നമസ്കാരം. നമുക്കറിയാം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ അവളൊരു പെൺകുട്ടിയായി അല്ലെ ഒരു പൂർണ്ണത എത്തി എന്നൊക്കെ പറയുന്നത് അവളുടെ ആദ്യത്തെ ആർത്തവത്തിലൂടെയാണ്. അത് ഏത് പ്രായത്തിലാണ് വരുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു സാധാരണയായിട്ട് 15 വയസ്സിനുള്ളിലാണ് ആദ്യ ആർത്തവം വരേണ്ടത്. 15 വയസ്സ് കഴിഞ്ഞിട്ടും അവർക്ക് വേറെ പ്യൂബർട്ടി, ഹെയർ ഗ്രോത്ത് അതുപോലുള്ള ലക്ഷണങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ഗർഭപാത്രത്തിലെ മുഴകളായിരിക്കും, അല്ലെ അണ്ഡാശയത്തിലുള്ള മുഴകളായിരിക്കും, അല്ലെ തൈറോയിഡ് ഗ്രന്ഥി ധാരാളം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഹോർമോണുകളുടെ വ്യതിയാനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കാം. ആ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തകരാറുകളൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഗർഭപാത്രവും അല്ലെങ്കിൽ മറ്റു പ്രത്യുൽപാദന അവയവങ്ങളൊന്നും വേണ്ട വിധത്തിൽ വളർച്ച എത്താത്തത് കൊണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പം അവരുടെ യോനിനാളം അടഞ്ഞിരിക്കുന്നതുകൊണ്ടാവാം. അതായത് ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾ, ഈ ഗർഭപാത്രത്തിൻ്റെ അല്ലെ ഓവറി മറ്റു ഹോർമോൺ പ്രവർത്തനങ്ങളെല്ലാം ശരിയായിട്ട് നടക്കുന്നുണ്ടാവാം. എന്നാലും ഈ യോനിനാളം അടഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ ആർത്തവ രക്തം പുറത്തു വരാതിരിക്കാം. ഇങ്ങനെ വരുന്ന സമയത്തും അവർക്ക് ആദ്യ ആർത്തവം വരിക. അപ്പോൾ ഇതൊരു ചെറിയ ശസ്ത്രക്രിയയിലൂടെ അത് പരിഹരിക്കാൻ പറ്റും. കൂടാതെ ചില കുട്ടികൾക്ക് ജന്മനാ തന്നെ യോനി ഭാഗം അത് പൂർണ്ണമായിട്ടോ അല്ലെ ഭാഗികമായിട്ടോ ഇല്ലാതിരിക്കുക, ഗർഭപാത്രം അല്ലെ അണ്ഡാശയമൊന്നും ഇല്ലാതിരിക്കുക എന്നീ അവസ്ഥകൾ ആർത്തവമില്ലായ്മയ്ക്ക് കാരണമാണ്. അതുകൊണ്ട് തന്നെ 15 വയസ്സ് കഴിഞ്ഞിട്ടും ആർത്തവം വരാത്തവർ അത്യാവശ്യമായിട്ട് തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്.